ഇയാളുടെ കഴുത്തിയാൻ ഇറക്കാൻ നേരത്തെ അയാൾ എന്നോട് പറയുക അയാളൊന്നും ചെയ്യല്ലേ, അയാൾക്ക് കുട്ടികളുണ്ട്, അമ്മയുണ്ട്, ഭാര്യ ഉണ്ടെന്നൊക്കെ. എനിക്കെന്തോ ആ സെൻറ്റിമെൻറ്റ്സ് അങ്ങോട്ട് ഏറ്റില്ല. ഞാൻ അർത്ഥങ്ങെടുത്തു. പിന്നെ ഇതിവിടെ ഇങ്ങനെ വെച്ചാൽ ശരിയാവില്ല. വീടിൻ്റെ പുറകുവശത്തെ പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്. നീ ഒറ്റയ്ക്ക് പോകണ്ട, അമ്മേനെ കൂടി വിളിച്ചോ ട്ടാ, പെട്ടെന്ന് വേണം. ശരിക്കും മൂട്. ശരിക്കും ഇപ്പോഴാ ഈ കൊലപാതകത്തിൽ നമുക്ക് 3 പേർക്കും പങ്കുണ്ടായത്. അയാളുടെ തല ഒഴിച്ചിടുമ്പോഴേ ഞാൻ നിന്നെ ശ്രദ്ധിച്ചായിരുന്നു. നിനക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ നിൻ്റെ അമ്മയുണ്ടല്ല, കുറച്ചുകൂടി ഫ്രീ ആയിരുന്നു. എന്തിനെങ്ങനെ പേടിക്കണത്? നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശവും ചിന്തിക്കണം. അല്ലെങ്കിൽ ഇതിനിറങ്ങിത്തിരിക്കരുത്. നിൻ്റെ നോട്ടം കാണാൻ നല്ല രസമാണ്. സത്യത്തിൽ നീ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ല, ഈ രാത്രി നിന്നെ അങ്ങനെ സ്നേഹിക്കാൻ തോന്നുക. പക്ഷേ ഞാനിപ്പോഴും കൺഫ്യൂഷനില്ല. നിൻ്റെ ആ മറ്റേ തലയുണ്ടല്ലോ, അതിപ്പോൾ എവിടെയായിരിക്കും? ഏത്? നീ ആരുടെ കൂടെയാണോ പോവാൻ ശ്രമിച്ചത് ആ തല? അത് ചിലപ്പോൾ ഇപ്പോൾ ഉറങ്ങിയിരിക്കും അല്ലേ? അതുറങ്ങിക്കോട്ടെ. നമ്മൾ വെറുതെ ആ തലയുടെ പേരും പറഞ്ഞു എന്തിനാ ഈ തലയുടെ ഉറക്കങ്ങളാണ്? ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ. ഗീതു, എന്താ അമ്മേ? എടി, നമ്മള് കുഴിച്ചിട്ടേക്കുന്ന ഒരു പട്ടി വന്ന് നിക്കണം. അതങ്ങനെ വല്ലതും മാറ്റി പുറത്തെടുക്കോ? പട്ടിയാ? ആ, ഒരു പട്ടി. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിട്ട് വരാം. എടി, അവിടെ അങ്ങ് ഒരു പട്ടിയുമില്ല. ഞാൻ വെറുതെ പറഞ്ഞതാ. എന്തിന്? ഇനി നമ്മളിവിടെ നിൽക്കുന്നത് അപകടമാ. ഇവൻ എപ്പോഴാ നമ്മുടെ നേരേക്ക് തിരിയണമെന്ന് പറയാൻ പറ്റൂല. അമ്മ പറഞ്ഞു ശരിയാ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? രാത്രി തന്നെ നമുക്ക് ഇവിടുന്ന് പോണം. ഞാൻ രതീഷിനെ വിളിച്ച് കാര്യം പറ. ഹലോ രതീഷേ, നീ എവിടെയാ? അങ്ങോട്ട് കൊണ്ടുവാ, ഞാൻ പറയാം. മോനെ രതീഷേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് രക്ഷിക്കണം. എന്താ പറ്റിയത്? ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ഇനി ഇവിടെ നിന്ന് താമസിയാതെ എന്തെങ്കിലുമൊക്കെ പറ്റും. മനോജിനെ തീർക്കാണ്ട് നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്ന മണം പിടിച്ചിട്ടാണല്ലോ അയാൾ നമ്മുടെ അടുത്ത്. ഞാൻ അറിഞ്ഞിടത്തോളം ഭയങ്കര അപകടകാരിയായ അയാള്. രതീഷേ, നിനക്ക് എന്നെ വേണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. കൂടുതലൊന്നും പറയണ്ട. ഇത് ഞാൻ എനിക്കെല്ലാം മനസ്സിലായി, നീ ഒന്നും പറയണ്ട.
ഗീതു, നീ ഒരു കാര്യം ചെയ്യും, ഒരു 11:30 മണിയാകുമ്പോൾ നീ കനാൽ പാലത്തിൻ്റെ മുകളിലോ. പിന്നെ വരാൻ വൈകിയ നീ എന്നെ വിളിച്ചു പറയണം. ആ ശരി. ആ ഓക്കെ. എന്നാ ഒരു കാര്യം ചെയ്യും, നീ പോയി കിടന്നോ. അവിടെയെങ്കിലും ഒരു പട്ടിയില്ല, പൂച്ചയില്ല, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. നീ ഉറങ്ങിയാ? ഇല്ല, ഉറക്കം വരുന്നുണ്ട്. ഹലോ രതീഷേ, നീ എവിടെയാ? ഇങ്ങോട്ട് കൊണ്ടുവാ, ഞാൻ പറയാം. മോനെ രതീഷേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണം. ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ഇനി ഇവിടെ നിന്ന് എന്തേ, താമസിക്കാൻ നീ ഉറങ്ങിയില്ലേ? പറ്റും. ഗീതു, നീ എന്തിനാ വെറുതെ എന്നോട് ഈ കള്ളത്തരം കാണിക്കണേ? നിനക്ക് വേറൊരുത്തൻ്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ? ഞാൻ കൊണ്ടുപോയാക്കൂല്ലേ നിന്നെ? ചേട്ടാ, ഉം? ഞാൻ നീ ഒന്നും പറയണ്ട. നമ്മൾ ഇന്ന് രാത്രി തന്നെ പോകുന്നു, അവനെ കാണുന്നു, നീ അവൻ്റെ കൂടെ പോകും. വേണ്ട, ഞാൻ പോവില്ല. എനിക്ക് ഒരിടത്ത് പോകണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. ഞാൻ അറിയാതെ നീ പോയി കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റും. ഇതാകുമ്പോൾ കുഴപ്പമില്ല. ഞാൻ പോവില്ല. നീ പേടിക്കണ്ട, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ പോയില്ലെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ പലതും നടക്കും. ഇന്ന് രാത്രി തന്നെ നിന്നെ നിൻ്റെ അമ്മയെ ഞാൻ കൊണ്ടേയാക്കും. എന്നിട്ട് അവന് ഞാനൊരു ഗിഫ്റ്റ് ബോക്സ് സമ്മാനിക്കും.